നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പരാമർശം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് സുരേഷ് ഗോപി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏക സിവിൽ കോഡ് പരാമർശം സുരേഷ് ഗോപി നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നാണ് മുസ്ലിം ലീഗ് ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമമെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. BJPയുടെ വലയിൽ വീഴില്ല എന്നും PMA സലാം വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള നിർണായക പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പദയാത്രയ്ക്കിടെയായിരുന്നു സുരേഷ് ഗോപി ഏക സിവിൽ കോഡിനെ കുറിച്ച് പരാമർശം നടത്തിയത്. യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്നതുപോലെ ആവില്ല അത്. പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ സിവിൽ കോഡ് നടപ്പാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദി ഭരണത്തിൽ പ്രീണനമില്ല, ജാതിയില്ല. ഏക വ്യക്തി നിയമത്തിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ്. അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി വരുമെങ്കിൽ, അത് നടപ്പാക്കിയെടുക്കാമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല, അത് വന്നിരിക്കും. ആരെങ്കിലും കരുതേണ്ട ഇത് ഏതെങ്കിലും വിഭാഗത്തിനെതിരാണ്. ആ വിഭാഗം തന്നെയായിരിക്കും അതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞത്. അതേസമയം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ഫെബ്രുവരി 2-ന് കരട് തയ്യാറാക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിൽ പാസാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. അയോധ്യയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് BJPയുടെ തീരുമാനം. നേരത്തെ ഏകീകൃത സിവിൽ കോഡ് വിഷയം BJP ഉയർത്തിയപ്പോൾ അസാം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടേതടക്കം അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് വിമർശനം. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുന്നത് നിയമ കമ്മീഷന്റെ അഭിപ്രായം സുപ്രീം കോടതി തേടിയിരുന്നു. നിയമ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനങ്ങളോടും വിവിധ സംഘടനകളോടും നിയമ കമ്മീഷൻ വിഷയത്തിൽ നേരത്തെ അഭിപ്രായം തേടിയിരുന്നു. ഇന്ത്യയിലെ പൗരന്മാരുടെ മതം, ലിംഗഭേദം, ലൈംഗിക ആഭിമുഖ്യം എന്നിവ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാക്കുന്ന വ്യക്തിഗത നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു നിർദ്ദേശമാണ് ഏക സിവിൽ കോഡ്. നിലവിൽ വിവിധ സമുദായങ്ങളുടെ വ്യക്തി നിയമങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പിന്തുടരുന്ന വിവാദപരമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക എന്നത്. വ്യക്തി നിയമങ്ങൾ പൊതു നിയമത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ, പരിപാലനം എന്നിവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. എന്തായാലും ഏക സിവിൽ കോഡ് വളരെ കുറച്ചധികം നാളുകളായി ഈ ഒരു രാഷ്ട്രീയ ഗോളത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. BJPയുടെ അജണ്ട അതാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.